നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ എക്സസൈസ് 4.2 കംപ്ലീറ്റ് ആയി. അതിൻ്റെ വേർഡ് പ്രോബ്ലമൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത് ഫാക്ടറൈസേഷൻ മെത്തേഡാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് മൊത്തമായി ചാപ്റ്ററിൽ 3 മെത്തേഡാണുള്ളത്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ, തേർഡ് ക്വാഡ്രാറ്റിക് ഫോർമുലയാണ്. അപ്പോൾ ഈ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് നിങ്ങൾ പഠിച്ച് കാണും എന്ന് വിചാരിക്കുന്നു. അഥവാ പഠിച്ചില്ലെങ്കിൽ ഇനി പഠിച്ചുകൊണ്ടാൽ മതി, കുഴപ്പമില്ല. കാരണം അടുത്ത ഈ മെത്തേഡിനകത്ത് അത് അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോകാം. നോക്കാം, സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. 2x² - 5x + 3 എന്നാണ് ക്വസ്റ്റ്യൻ. ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഇത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അതിൻ്റെ സ്റ്റെപ്പുകൾ അല്പം വ്യത്യാസമുണ്ട്. ആ സ്റ്റെപ്പുകൾ എന്താണെന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റില് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിൽക്കുന്ന കോൺസ്റ്റന്റ് ടേം ഏതാണോ, ഇതിപ്പോ സ്റ്റാൻഡേർഡ് ഫോമിലാണ്. ax² + bx + c = 0 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫോമിലാണ്. ഇവിടെ നിൽക്കുന്ന കോൺസ്റ്റന്റ് ടേം ഏതാണോ അതിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞാൽ 3 ആണ്. അത് റൈറ്റ് സൈഡിൽ പോയാൽ RHS പോയാൽ -3 ആകും. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത ജോലി, ഇവിടെ x² കോഎഫിഷ്യന്റ് 1 അല്ലാതെ ഏത് നമ്പർ വന്നാലും നമ്മൾ ത്രൂ ഔട്ട് അതുകൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. രണ്ട് സൈഡും ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്നു ഡിവൈഡിങ് ബൈ 2. അങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും 2x² 2 എന്നാകും ഫസ്റ്റ് ടൈം. അടുത്തത് 5x/2 എന്നാകും. റൈറ്റ് സൈഡിൽ -3/2 എന്നാകും. എല്ലായിടത്തും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത് ഉണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് ഇവിടെ വേണമെങ്കിൽ 2 ക്യാൻസൽ ആയി പോകും, ബാക്കിയൊന്നും ക്യാൻസൽ ആവത്തില്ല. അപ്പൊ x² - 5/2x ഈസ് ഈക്വൽ ടു -3/2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 3 ആണ് ആദ്യം ചെയ്തെന്താ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, കോൺസ്റ്റന്റ് ടൈമിനെ RHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് x² കോഎഫിഷ്യന്റ് എന്താണോ ആ നമ്പർ കൊണ്ട്, ഇപ്പൊ -2 ആണെങ്കിൽ -2 കൊണ്ട്, -1 ആണെങ്കിൽ -1 കൊണ്ട്, 1 ആണെങ്കിൽ പിന്നെ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് തന്നെ വരത്തുള്ളൂ. അപ്പോൾ ആ നമ്പർ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം അത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. ക്യാൻസൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ എഴുതുക. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണെന്ന് നോക്കണം. സൈൻ പോസിറ്റീവ് നെഗറ്റീവ് നോക്കണ്ട. എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ നമുക്കുള്ളത് -5/2 ആണ്. 5/2 എടുക്കുക. 5/2 നെഗറ്റീവ് അവിടെ നിന്നോട്ടെ. എക്സിന്റെ കോഎഫിഷ്യന്റ് 5/2, അതിന്റെ ഹാഫ് എടുക്കണം. അതിന്റെ ഹാഫ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അതിനെളുപ്പം ഈ ഡിനോമിനേറ്റർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൽ മതി. 5/2 നിൽക്കുന്ന കോഎഫിഷ്യന്റ്, അതിന്റെ ഹാഫ് എടുക്കാൻ ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും, 5/2 എന്ന് എഴുതിയാൽ മതി. 4 ആണെങ്കിൽ 4/2 2 എന്ന് വരും. അപ്പൊ 5/2 എന്ന് എഴുതുമ്പോൾ പിന്നെ ഡെസിമൽ ആക്കരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 5/2 ഹാഫ് എടുക്കാൻ /2, അത് തന്നെയാണ് 5/2 × 1/2. അതുകൊണ്ട് നിങ്ങൾ ഓർത്താൽ മതി, ഡിനോമിനേറ്ററിന് എത്ര ഉണ്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഹാഫ് എടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഡിവൈഡ് ചെയ്യാനൊന്നും പോകണ്ട, പകരം എന്ത് ചെയ്താൽ മതി, ഡിനോമിനേറ്റർ 2 ഉണ്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ 5/4 എന്ന് വരും. ഇപ്പൊ 5/2 ഹാഫ് എന്ന് പറയുന്നത് 5/4. ആ നമ്പറിന്റെ സ്ക്വയർ, 5/4 സ്ക്വയർ, അതായത് 5/4 ഹോൾ സ്ക്വയർ. ഈ ക്വാണ്ടിറ്റി നമ്മൾ ഈ ഇക്വേഷന്റെ രണ്ട് സൈഡും ആഡ് ചെയ്യണം. ഇപ്പൊ രണ്ട് സൈഡിലും ഒരേ ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ ഒരിക്കലും ചേഞ്ച് ഉണ്ടാവത്തില്ല. സെയിം ക്വാണ്ടിറ്റി നമ്മൾ രണ്ട് സൈഡിലും ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ മൾട്ടിപ്ലൈയോ ഡിവൈഡ് ചെയ്യോ ഒക്കെ ചെയ്യാം, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എക്സിന്റെ കോഎഫിഷ്യന്റ്, അതാണ് എപ്പോഴും തെറ്റാവുള്ള ഇതാണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണോ അതിന്റെ ഹാഫ് എടുക്കുക. ഹാഫ് എടുക്കാൻ എളുപ്പം ഡിനോമിനേറ്റർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ നമ്പർ കൊണ്ട് ആ നമ്പറിന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ ഇത്രയും സ്ക്വയർ ഇവർ എടുത്തു കഴിഞ്ഞു. അത് നമ്മൾ നോക്കൂ, ഈ രണ്ട് സൈഡിൽ ആഡ് ചെയ്യുക. x² - 5/2x + 5/4 ഹോൾ സ്ക്വയർ. റൈറ്റ് സൈഡിലാകുമ്പോൾ -3/2 + 5/4 ഹോൾ സ്ക്വയർ. അങ്ങനെ നമ്മൾ ആഡ് ചെയ്തു, രണ്ട് സൈഡും ആഡ് ചെയ്തു. ശരി, പ്രയാസമാണ്.
ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഓർഡർ ആയി കഴിഞ്ഞാൽ അപ്പോൾ ഒന്നുകൂടെ പറയാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് കോൺസ്റ്റന്റ് ടൈമിനെ RHS ട്രാൻസ്പോസ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എത്രയാണോ അതുകൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ, എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ അത് രണ്ട് സൈഡും ആഡ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് ഈ ഇക്വേഷന്റെ LHS എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറും. എപ്പോഴും അങ്ങനെയാണ്. അത് ഒന്നുകിൽ A+B ഹോൾ സ്ക്വയറിന്റെ ഫോമോ അല്ലെങ്കിൽ A-B ഹോൾ സ്ക്വയറിന്റെ ഫോമോ ആയിരിക്കും. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വരും. ഈ LHS എന്ന് പറയുന്നത് ഒന്നുകിൽ A-B ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ A+B ഹോൾ സ്ക്വയർ. അത് ഏത് ഫോമിലാണെന്ന് അറിയാൻ എക്സിന്റെ ടേമിന്റെ സൈൻ നോക്കിയാൽ മതി. എക്സിന്റെ ടൈം നെഗറ്റീവ് ആണെങ്കിൽ A-B ഹോൾ സ്ക്വയർ, എക്സിന്റെ ടൈം പോസിറ്റീവ് ആണെങ്കിൽ A+B ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരുന്നത്? A-B ഹോൾ സ്ക്വയർ അല്ലേ വരിക? അതെ. അതായത് അതെങ്ങനെ എഴുതുന്ന വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എക്സ് സ്ക്വയറിൽ നിൽക്കുന്നേ ഒരു എക്സ് അങ്ങോട്ട് എഴുതാം, ഒരു എക്സ് എഴുതാം. ഞാൻ പറഞ്ഞില്ലേ മൈനസ് ആ വരുന്നത്, മൈനസ് എഴുതാം. അടുത്ത് എന്താണെന്ന് അറിയാമോ? ഈ 5/4 ഹോൾ സ്ക്വയർ അല്ലേ നമ്മൾ. എന്നാൽ നമുക്ക് ചോദിക്കാം എന്താ 25/16 എഴുതിക്കൂടെ? എഴുതാം, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതാനുള്ള കാരണം ഈ 5/4 നമ്മൾ ഈ ഹോൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് ഈ 5/4 ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഹോൾ സ്ക്വയർ എന്ന് വേണം എഴുതാൻ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതാഞ്ഞത്? 25/16 ഇവിടെ ഡയറക്റ്റ് ആദ്യം എഴുതാഞ്ഞത്. ഇനി അങ്ങനെ എഴുതിയാൽ പിന്നെ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആയിട്ട് ചിലപ്പോൾ അറിയാതെ 25/16 ഇവിടെ കൊണ്ട് എഴുതുകയും ചെയ്യും, പിന്നെ ഹോൾ സ്ക്വയർ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അത് തെറ്റും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഇവിടെ 5/4 ഹോൾ സ്ക്വയർ തന്നെ എഴുതിയത്. അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, 25/16 അറിയാം. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് എഴുതിയത്? ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ x - 25/16 എഴുതിക്കളയും. അങ്ങനെ വരരുത്. അപ്പൊ നോക്കൂ, നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഇതല്ലേ വരുന്നത്? നോക്ക്, ആലോചിച്ച് നോക്ക്. A-B ഹോൾ സ്ക്വയർ, A സ്ക്വയർ അതാണ്ട് 2AB എന്നാ. അപ്പൊ 2AB എന്ന് പറയുമ്പോഴേ 2 × x × 5/4. അപ്പൊ നോക്കൂ, ഈ 2 കട്ടാകുമ്പോഴേ നമുക്ക് വരുന്നുണ്ട് 5/2x എഴുതാണ്ട് 5/2x. അപ്പൊ A സ്ക്വയർ - 2AB + B സ്ക്വയർ ഇതിന്റെ സ്ക്വയർ താണ്ട്. അപ്പൊ ഇത് A-B ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. ഇത് മനസ്സിലായെങ്കിൽ ഇനി റൈറ്റ് സൈഡ് നമ്മൾ സ്ക്വയർ എടുത്ത് സിംപ്ലിഫൈ ചെയ്യണം. -3/2 + 5 സ്ക്വയർ 25/4 സ്ക്വയർ 16. അതായത് x - 5/4 ഹോൾ സ്ക്വയർ = ഇവിടെ നമ്മൾ LC എടുക്കാം. 16ന്റെയും 2ന്റെയും LCM. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ വലിയ നമ്പർ ആയിരിക്കും അവിടെ LCM. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ വലിയ നമ്പർ LC ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ 16 LC ആയിട്ട് എടുക്കാം. 16 LC ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ 16 വരണമെങ്കിൽ എത്രയാ? 16 × 2 8. 8 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ഉണ്ടേ. അപ്പം എത്ര വരും? -3 × 8 എത്ര വരും? 2 × 8 + 25/16. നിങ്ങൾ അതിനൊരു സ്റ്റെപ്പ് അങ്ങ് എഴുതുന്നുള്ളൂ. ഇത്രയും കൊച്ചു ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നത്. ഡയറക്റ്റ് എഴുതാവുന്നതേ ഉള്ളൂ. അതായത് x - 5/4 ഹോൾ സ്ക്വയർ = നമ്മൾക്ക് വരുന്നത് -24/16 + 25/16. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പോൾ LC എടുക്കാൻ ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. x - 5/4 ഹോൾ സ്ക്വയർ = -24 + 25/16. അതായത് x - 5/4 ഹോൾ സ്ക്വയർ = 1/16. ഇങ്ങനെ വരും. ഇത്രയും കഴിഞ്ഞാൽ അതായത് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1/16 ആണ്. അങ്ങനെയാണെങ്കിൽ x - 5/4 = നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് 1/16. പക്ഷെ നമ്മൾ ഇനി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, +or- എന്ന് കൊടുക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്വയർ അല്ലേ 1/16. ഇപ്പൊ നമുക്കറിയാം ഒരു നമ്പറിന്റെ സ്ക്വയർ 4 ആണെങ്കിൽ ആ നമ്പർ ഏതാ? ഒരു നമ്പറിന്റെ സ്ക്വയർ 4 ആണെങ്കിൽ നമുക്കറിയാം 2 × സ്ക്വയർ ഓഫ് 4. 2 സ്ക്വയർ 4 ആണ്. പക്ഷേ -2ന്റെ സ്ക്വയർ 4 അല്ലേ? -2ന്റെ സ്ക്വയർ എടുത്താൽ എത്ര തന്നെ വരും? 4 തന്നെ വരും. അപ്പോൾ സ്ക്വയർ 4 വരുന്ന രണ്ട് നമ്പർ ഇല്ലേ? +2 വരാം, -2 വരാം. അതുകൊണ്ട് ഇനി തൊട്ട് നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? +or- കൊടുത്തേക്കണം. കാരണം ഇതിന്റെ സ്ക്വയർ 1/16 വരണമെങ്കിൽ അത് ആ നമ്പർ എന്ന് പറയുന്നത് ഒന്നുകിൽ പ്ലസും വരാം
അല്ലെങ്കിൽ മൈനസും വരാം. നമ്മൾ റൂട്ട് എടുത്താൽ എത്ര വരും? അതായത് എക്സ് മൈനസ് 5/4 ഇസ് ഈക്വൽ ടു പ്ലസ് 1, അതായത് പ്ലസ് ഓർ മൈനസ് 1 റൂട്ട് 1, 16 റൂട്ട് 4, 1/4 എന്നാണ് വരുന്നത്. പ്ലസ് ഓർ മൈനസ് 1/4 എന്ന് വരും. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇനി പ്ലസ് ഓർ മൈനസ് എങ്ങനെ സിംപ്ലിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എക്സ് മൈനസ് 5/4 ഇസ് ഈക്വൽ ടു ആദ്യത്തെ ഒരു വാല്യൂ പ്ലസ് 1/4 എന്ന് എഴുതാം, ഓർ എക്സ് മൈനസ് 5/4 ഇസ് ഈക്വൽ ടു മൈനസ് 1/4 എന്നും എഴുതണം. ഇങ്ങനെയാണ് എക്സ് മൈനസ് 5/4 ഇസ് ഈക്വൽ, രണ്ട് വാല്യൂ വന്നില്ലേ, ആദ്യത്തെ വാല്യൂന് ഈക്വൽ ആണ് എക്സ് മൈനസ് 5/4, നെഗറ്റീവ് കൊടുത്താലേക്കാണ്. അപ്പൊ രണ്ടായിട്ടങ്ങ് സ്പ്ലിറ്റ് ചെയ്തൂടെ, ഇവിടെ വെച്ച് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. നമുക്ക് വേണ്ടത് എക്സ് ആണ് വേണ്ടുന്നത്. അപ്പൊ നമുക്ക് എഴുതാം ഇവിടെ എക്സ് ഈക്വൽ ടു, ഈ 5/4 അപ്പുറത്ത് പോയാൽ 1/4 പ്ലസ് 5/4, അതായത് 1 പ്ലസ് 5 6/4 എത്ര വരും? 3/2 എന്ന് കിട്ടും ഒരു ആൻസർ. നമുക്ക് പറയണം 3/2. അടുത്തയാണെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് 1/4 പ്ലസ് 5/4, അതായത് ഡിനോമിനേറ്റർ സെയിം ആണ്, -1 പ്ലസ് 5 4/4 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എക്സിന്റെ രണ്ട് വാല്യൂസ് ആയി കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് 3/2, ഒന്ന് 1. ശ്രദ്ധിക്കുക, എക്സ് മൈനസ് 5/4 1/4 എന്ന് എഴുതി, എക്സ് മൈനസ് 5/4 -1/4. ഇതങ്ങ് സിംപ്ലിഫൈ ചെയ്യാം. എന്ത് ചെയ്യണം? ഈ 1/4 മൈനസ് 1/4 അപ്പുറത്ത് പ്ലസ് ആയി, അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആണ്. 1 പ്ലസ് 5 6/4, അത് വേണമെങ്കിൽ നമുക്ക് 2 കണ്ട് കട്ട് ചെയ്താം, 3/2. അതുപോലെ അടുത്ത് എക്സ് മൈനസ് 5/4 -1/4, അപ്പൊ ഈ മൈനസ് 5/4 അപ്പുറത്ത് പ്ലസ് 5/4 ആയി, അത് എത്രയാകുന്നു? 4/4 ആകുന്നു, 1 കിട്ടുന്നു. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇതിന്റെ രണ്ട്, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രണ്ട് എന്തോന്നാ റൂട്ട്സ്. അപ്പൊ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ഏത് മെത്തേഡിൽ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട്സ് എന്ന് പറയുന്നത് ഏത് മെത്തേഡിലാണ്? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ. ഇച്ചിരി പ്രയാസമുണ്ട്. കഴിഞ്ഞ തവണ സിലബസിൽ ഇത് ഒഴിവാക്കിയിരുന്നു. അതായത് 2020 എക്സാം എഴുതിയവർക്ക്, ഇപ്പോൾ എക്സാം എഴുതിയവർക്ക് ഈ മെത്തേഡ് ഒഴിവാക്കിയിരുന്നു സിലബസിൽ നിന്ന്. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്ന നോക്കാം. ഇങ്ങനെയാണ് 5x² - 6x - 2 = 0 എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് പറഞ്ഞത്? കോൺസ്റ്റന്റ് ടേമിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോവുക. അതേ കൊണ്ടുപോയി, 2 അപ്പുറത്ത് പോയി, -2 അപ്പുറത്ത് പോയി, +2 ആയി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? x² കോഎഫിഷ്യന്റ് എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. x² കോഎഫിഷ്യന്റ് 5 ആണ്, ഡിവൈഡിങ് ബൈ 5. ഇപ്പോൾ നമുക്ക് എഴുതാം x² - 6/5xi = 2/5. ഇവിടെ 5 ക്യാൻസൽ ആയി പോകുമല്ലോ, അതിനു വേണ്ടിയല്ലേ നമ്മൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കണം, അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 6/5x = 2/5. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാ പറഞ്ഞത്? അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്നത്. എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 6/5, അതിന്റെ ഹാഫ് എടുക്കണം. ഹാഫ് എടുക്കുമ്പോൾ ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 6/10 വരും. ആക്ച്വലി 6/10 ആണ്. പക്ഷെ അതിന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ട്. അതാണ്ട് ഇത് വെട്ടിയാൽ 3 വരത്തില്ലേ, അപ്പോൾ എത്ര വരും? 3/5. അങ്ങനെ എക്സിന്റെ കോഎഫിഷ്യന്റ് 6/5, അതിന്റെ ഹാഫ് എടുക്കാൻ പറഞ്ഞാൽ ഡിനോമിനേറ്റർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6/10 ആകും. 6/10 അത് സിംപ്ലിഫൈ ആണെങ്കിൽ നമുക്ക് 3/5. 6/10 ഇട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി കൂടെ നമ്പേഴ്സ് വലുതായിരിക്കും, കാൽക്കുലേഷൻ കൂടെ വലുതായിരിക്കും. അപ്പൊ ഇവിടെ ആകുമ്പോൾ ഇച്ചിരി കൂടെ ചെറുതാകുമ്പോൾ 3/5 എന്ന് വരും. അപ്പൊ നമ്മൾ ഈ 3/5ന്റെ സ്ക്വയർ വേണം രണ്ട് സൈഡും ആഡ് ചെയ്യാൻ. അപ്പൊ x² - 6/5xi + 3/5 ഹോൾ സ്ക്വയർ, ഇവിടെയോ 2/5 + 3/5 ഹോൾ സ്ക്വയർ. രണ്ട് സൈഡും ഇതിന്റെ സ്ക്വയർ ആഡ് ചെയ്തു. ഇനി എങ്ങനെയാണെന്നാ പറഞ്ഞേ? ഒരു എക്സ് എഴുതുക, ഈ x² ഒരു എക്സ് അങ്ങോട്ട് എഴുതുക, അതുപോലെ എഴുതുക. ഒരു എക്സ് അങ്ങോട്ട് എഴുതുക. ഇവിടുത്തെ സൈൻ മൈനസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക. ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്നാണ്, ഇതിന്റെ സ്ക്വയർ റൂട്ട്, അതായത് ഈ സ്ക്വയറിനകത്ത് നിൽക്കുന്ന സംഭവം 3/5 ഹോൾ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. മൈനസ് വന്ന കാരണം ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ ഇത് a + b ഹോൾ സ്ക്വയർ, ഇവിടെ പ്ലസ് വന്നേനെ. ഈ സൈൻ നോക്കണ്ട, ഇതിന്റെ സൈൻ അല്ല, എക്സിന്റെ കോഎഫിഷ്യന്റ് സൈൻ ആണ് നമ്മൾ നോക്കുന്നത്, പ്ലസോ മൈനസ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പൊ റൈറ്റ് സൈഡ് 2/5 പ്ലസ് ഇതിന്റെ സ്ക്വയർ എടുത്താൽ 9/25. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ LC എടുക്കണം. അപ്പൊ x - 3/5 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ LC നോക്ക്, 25നെ 5 കൊണ്ട് ഡിവിസിബിൾ ആണ്, എത്ര വരുന്നത്? 5 വരും. അതുകൊണ്ട് LCM 25 തന്നെ ആയിരിക്കും.
അപ്പോൾ LCM 25 നമ്മൾ എടുക്കുകയാണെങ്കിൽ നോക്കൂ, ഇവിടെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 25. അപ്പോൾ 2 into 5 10 plus 9 എന്ന് വരും. That is x minus 3/5 whole square is equal to 19/25. അപ്പോൾ നമ്മൾ പഠിച്ചു ഇതിന്റെ സ്ക്വയർ ഇതാണെങ്കിൽ x minus 3/5 is equal to എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? പ്ലസ് ഓർ മൈനസ് root of 19/25. That is x minus 3/5 is equal. ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല 19, അതുകൊണ്ട് 19ന്റെ റൂട്ട് 19 തന്നെ എഴുതാം. പക്ഷേ 25 റൂട്ട് നമുക്കറിയാം 5, അപ്പം റൂട്ട് 19/5 എന്ന് എഴുതാം. ഓക്കെ, ഇത് നമുക്കപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാം. x minus 3/5 is equal to root 19/5 or x minus 3/5 is equal to minus root 19/5. അപ്പോൾ x equal to എങ്ങനെ എഴുതാം? root 19/5 plus 3/5, അതായത് ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ root 19 plus 3 divided by 5. ഇതാണ് ഒരു സൊല്യൂഷൻ. നമ്മൾ root 19 നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അതുപോലെ ഇട്ടിരുന്നാൽ മതി. അടുത്തയാണെങ്കിലോ x equal to minus root 19/5 plus 3/5. That is minus root 19 plus 3/5. LCM 5 വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് എഴുതാം, 3 minus root 19/5. ഇവിടെ ബ്യൂട്ടിഫുൾ ആക്കി എഴുതാം, 3 minus root 19/5 എന്ന് എഴുതാം. അതാണ് അതിൻ്റെ സൊല്യൂഷൻസ്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്ത് പഠിക്കണം. ഇച്ചിരി പ്രയാസമുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, കോൺസ്റ്റന്റ് റൈറ്റ് സൈഡ് കൊണ്ടുപോകുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണോ അതിന്റെ ഹാഫിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക. രണ്ട് സൈഡ് ഹാഫ് എടുക്കുമ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ആ കാര്യം ഓർത്തിരിക്കാം. ഇവിടെയാണ് ഹാഫ് എടുത്തത് നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മൾ ഇന്ന് നിർത്തുന്നു. ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നന്ദി.